ജീവജാലങ്ങൾക്ക് അക്ഷയം ക്ഷയമില്ലാത്ത അവസ്ഥ ഉപദിഷ്ടതു ഉണ്ടായിത്തീരണമേ ജഗതീശ്വര. അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന പിതൃകർമ്മത്തിന്റെ അവസാനത്തിൽ പ്രാർത്ഥിച്ച മന്ത്രമാണ് സപ്തദ്വീപനിവാസീനാം പ്രാണീനാം അക്ഷയം ഉപദിഷ്ടതു. എല്ലാ ജീവജാലങ്ങൾക്കും ലോകത്തിലെ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കള്, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങള്, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങള്, 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികള്, സർവചരാചരങ്ങളും ഈ ഭൂമിയിൽ ഒരൊറ്റ കുടുംബത്തിൽ വസിക്കുന്ന കുടുംബാംഗങ്ങളെ പോലെ ദേവാൻ ഭാവയതാനേന യോ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാത്. പ്രകൃതിയെ ഹേ അർജുന മാനവരാശി നന്മയിലേക്ക് നയിക്കണം. ആ പ്രകൃതി മാനവരാശിയെ നന്മയിലേക്ക് നയിക്കും. മാനവരാശി പ്രകൃതിയെയും പ്രകൃതി മാനവരാശിയെയും പരസ്പരം നന്മയിലേക്ക് നയിച്ച് ശ്രേയം പരമവാപ്നുയാത് പരമമായ ശ്രേയസ്സിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തണം. ഇതാണ് ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരം. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ഏത് ഈശ്വരനെ വേണമെങ്കിലും ആരാധിച്ചുകൊള്ളൂ. യഹോവയെയോ അല്ലാഹുവിനെയോ യേശുദേവനെയോ മുഹമ്മദ് നബിയെയോ ഗബ്രിയേൽ മാലാഖയെയോ സെയിന്റ് സെബാസ്റ്റ്യനെയോ ആരെ ആരാധിച്ചാലും ആകാശാത് പതിതം തോയം ആകാശത്തിൽ നിന്ന് താഴത്തേക്ക് വരുന്ന ജലത്തുള്ളികള് യഥാ സാഗരം ഗച്ഛതി എപ്രകാരമാണോ കടലിലേക്ക് പോകുന്നത് തഥാ അപ്രകാരം തന്നെ സർവ ദേവ നമസ്കാരം. ഏത് ഈശ്വരനെ ആരാധിച്ചാലും കേശവം പ്രതി ഗച്ഛതി. ഈ തുറന്ന മനസ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് 8000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെടാൻ സാധ്യതയുള്ള ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ. Let noble thoughts come towards us from all over the world. നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എല്ലായിടത്തു നിന്നും എന്നിലേക്ക് വന്നു ചേരട്ടെ. ബൈബിളിൽ നല്ലതുണ്ടെങ്കിൽ അത് വരട്ടെ, ഖുർആനിൽ നല്ലതുണ്ടെങ്കിൽ അത് വരട്ടെ, മാർക്സിസത്തിൽ നല്ലതുണ്ടെങ്കിൽ അത് വരട്ടെ, അമേരിക്കയിലുണ്ടെങ്കിൽ അത് വരട്ടെ, ഷെല്ലിയോ ടെന്നീസണോ വേർഡ്സ്വർത്തോ മാർക്സോ ഏംഗൽസോ മാവോ സെത്തുങ്ങോ ആര് എപ്പോൾ എവിടെ വെച്ച് എന്ത് എങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല. ആ പറഞ്ഞതില് മാനവരാശിക്ക് നന്മ വരുത്തുവാനുള്ളത് ഉണ്ടെങ്കിൽ അത് ദേശത്തിനും കാലത്തിനും മതത്തിനും പ്രായത്തിനും ഭാഷയ്ക്കും ലിംഗവ്യത്യാസങ്ങൾക്കും അതീതമായി മാനവരാശിക്ക് അത് നന്മ വരുത്താൻ സാധിക്കുമെങ്കിൽ അതെന്നിലേക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ 7000-8000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയർക്ക് സാധിച്ചു എങ്കിൽ അതാണ് സംസ്കാരം. എല്ലാവരെയും നമ്മൾ സ്വീകരിച്ചു. AD 38 കൊടുങ്ങല്ലൂര് വന്നാണ് ക്രൈസ്തവര് ആദ്യത്തെ ഇൻഡസ്ട്രി സ്ഥാപിച്ചത്. നമ്മൾ ആരും എതിർത്തില്ല ക്രൈസ്തവരെ. 2 കയ്യും നീട്ടി സ്വീകരിച്ചു. കഴിഞ്ഞ മാസം അമേരിക്കയിലും കാനഡയിലും കുറച്ച് പ്രഭാഷണം നടത്താൻ ഒരു ജഗതീശ്വരാനുഗ്രഹം ഉണ്ടായി. അവിടെ ധാരാളം ജൂതന്മാരെ കണ്ടു. അവരടുത്ത് വന്ന് പറഞ്ഞു, "Are you from India?" അതേ പറഞ്ഞു. അവര് പറഞ്ഞു, ഇസ്രായേലിലേക്ക് ഇന്ത്യയിൽ നിന്ന് തിരിച്ചു വന്നവര് മാത്രം ഇന്നും ജൂതന്മാരുടെ സംസ്കാരത്തോടൊപ്പം ഭാരതീയരുടെ സംസ്കാരവും അവർ ജീവിതത്തിൽ പകർത്തുന്നു. എന്നും ജൂതന്മാര് പ്രാർത്ഥിച്ചത് നാളത്തെ പ്രാർത്ഥന ഇസ്രായേലിന്റെ പുണ്യഭൂമിയിലായിരിക്കണമേ എന്നാണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജൂതന്മാരും പ്രാർത്ഥിച്ചത് അതുതന്നെയായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് അവർ തിരിച്ചു പോയപ്പോൾ
അവരവിടെ ചെന്ന് ഈ നാടിന്റെ ഇഡ്ഡലിയും സാമ്പാറും മസാല ദോശയും ഹോട്ടലിലൂടെ വിവരിച്ചെല്ലാവർക്കും കൊടുത്തപ്പോഴും ഭാരതം അവരുടെ മനസ്സിൽ നിന്ന് പോയിരുന്നില്ല. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം 21-ാം തീയതി ഇസ്രായേൽ ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ട് 16 ജൂതന്മാര് കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാനമായ തൃപ്പൂണിത്തുറയില് കളിക്കോട്ട പാലസിൽ വന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്നതില് 41 ഏറ്റവും പ്രായം ചെന്ന രാജകുടുംബാംഗങ്ങളെ സ്വീകരിച്ച് അവർക്ക് വലിയൊരു വിരുന്ന് കൊടുത്തു അത്രേ. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 21. എന്തിനാ വിരുന്ന് കൊടുത്തത്? 400 വർഷങ്ങൾക്ക് മുൻപ് ജൂതന്മാരെ, ഭാരതത്തിലുള്ള ജൂതന്മാരെ വിദേശത്ത് നിന്ന് വന്ന ക്രൈസ്തവര് ആക്രമിച്ചപ്പോൾ കൊച്ചിയുടെ പരദേവതയായ മഴുവന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ ആ മതിൽക്കെട്ട് പൊളിച്ച് ക്ഷേത്രത്തിനകത്ത് ജൂതപ്പള്ളി പണിയാൻ രാജാവ് നേരിട്ട് തിട്ടൂരം കൊടുത്ത ആ കാഴ്ച ഇന്നും നിങ്ങൾ ജൂ സ്ട്രീറ്റിൽ പോയാൽ ജൂതപ്പള്ളി കാണാം. ഒരു ക്ഷേത്രത്തിനകത്ത് ജൂതപ്പള്ളി ലോകത്തിൽ ഒരു സ്ഥലത്തെ കാണുള്ളൂ കൊച്ചിയില്. അവരെ സംരക്ഷിക്കാൻ അവനവൻ സംരക്ഷിക്കപ്പെട്ടാൽ പോരാ, അവനവന്റേത് നിലനിന്നാൽ പോരാ, അവനവന്റേത് മാത്രം മറ്റുള്ളതിനെ കീഴടക്കിയാൽ പോരാ. ഡോക്ടർ APJ അബ്ദുൽ കലാം ഹൈദരാബാദിലെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ we Indians conquered all the world but not using weapons, not using bayonet, not using rifle, but the weapon of knowledge. അറിവ് കൊണ്ട് ലോകത്തെ കീഴടക്കി ഭാരതീയർ. മറ്റൊരു തരത്തിലും ഒരുവരെയും കീഴടക്കാൻ ഭാരതം ഒരിക്കലും ഇയാളായിട്ടില്ല. ചരിത്ര സത്യം ഒന്നിനെയും അടിച്ച് കീഴടക്കിയിട്ടില്ല. കാരണം ഭാരതീയർക്കറിയാം, വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും രണ്ടും ശാശ്വതമല്ല. ഈ പ്രകൃതിക്ക് വിരുദ്ധമല്ലാത്ത വിധം മാനവരാശിയുടെ നന്മയ്ക്കുതകുന്ന വിധത്തിൽ മാത്രമുള്ളത്, സനാതനമായിട്ടുള്ളത് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സും സോഷ്യൽ കോൺഷ്യസ്നെസ്സും കോസ്മിക് കോൺഷ്യസ്നെസ്സും ഒരേപോലെ കോൺട്രഡിക്ഷൻ ഇല്ലാതെ കോംപ്ലിമെന്റിംഗ് ആയിട്ടുള്ളത്, അത് മാത്രമേ പ്രപഞ്ചത്തിൽ നിലനിൽക്കുള്ളൂ ശാശ്വതമായിട്ട്. ആ സംസ്കാരം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ആ സംസ്കാരം ഇന്നും ഭാരതത്തിലുണ്ട്. അങ്ങനെ ഒന്നില്ലായിരുന്നെങ്കിൽ പുട്ടപർത്തിയിൽ സായിബാബയുടെ സദനത്തിൽ ചെല്ലുമ്പോൾ നേരെ കാണുന്നത് കുരിശാണ്. അതിന്റെ തൊട്ട് താഴെ കാണുന്നത് ചന്ദ്രക്കലയും നക്ഷത്രവുമാണ്. പിന്നെ സ്വസ്തികവും ബാക്കിയെല്ലാം. ലോകത്തിലെ 9 മതങ്ങളുള്ളതില് 9 പുട്ടപർത്തിയിൽ കാണാം. എന്തുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കും അത് സാധിച്ചു? അതേപോലെ വള്ളിക്കാവില് മുക്കോ വംശത്തിൽ ജനിച്ച മാതാ അമൃതാനന്ദമയി നിങ്ങളിൽ ചിലർ ആരാധിക്കുന്നവരുണ്ടാവും, പുച്ഛിക്കുന്നവരുണ്ടാവും, എതിർക്കുന്നവരുണ്ടാവും, ആൾ ദൈവം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ടാവും. അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ അവിടെ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് കാണാം യേശുദേവന്റെ ചിത്രം, കാവയുടെ ചിത്രം കാണാം, സ്വസ്തികം കാണാം. ചിന്മയാമിഷനിൽ ചെന്നാൽ കാണാം, രാമകൃഷ്ണാശ്രമത്തിൽ കാണാം, വിവേകാനന്ദ ആശ്രമത്തിൽ കാണാം, ശ്രീനാരായണ ഗുരുദേവന്റെ ആശ്രമത്തിൽ കാണാം, അതുപോലെ തന്നെ ആനന്ദാശ്രമത്തിൽ കാണാം. ഭാരതീയ പൈതൃകം സർവ്വതിനെയും സ്വീകരിച്ചു. എല്ലാത്തിനെയും കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ അത് പുറത്തു നിന്നുള്ളതായാലും അകത്തു നിന്നുള്ളതായാലും സ്വീകരിക്കാൻ നമുക്ക് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, എന്റേതിൽ നിന്ന് പുതിയതെന്തെങ്കിലും വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പുതിയത് വരുമ്പോഴും നമ്മൾ എതിർത്തിട്ടില്ല. സനാതന ധർമ്മത്തിന്റെ ഓഫ്ഷൂട്ടായിട്ട് ബുദ്ധമതം ജന്മം കൊണ്ടപ്പോൾ ഋഷിവര്യനായിട്ട് ശ്രീബുദ്ധനെ 10ാമത്തെ അവതാരമായിട്ട് കണക്കാക്കാൻ നമുക്ക് വിഷമം തോന്നിയില്ല. ജൈനനെ 2 കൈയിൽ നീട്ടി സ്വീകരിക്കാൻ നമുക്ക് വിഷമം തോന്നിയില്ല. ഗുരു ഗോവിന്ദ സിംഗനെയും ഗുരുനാനാക്കിനെയും ഒരൊറ്റ സത്യമേ ഉള്ളൂ എന്ന് പറഞ്ഞ 10 സന്ദേശങ്ങൾ തന്ന ഗുരുനാനാക്കിനെയും ഉദയം ചെയ്ത വേളയിൽ തന്നെ വളരാനും വളർത്താനുമുള്ള വളം ഈ നാടിന്റെ മണ്ണിൽ നിന്ന് അതിന് ലഭ്യമാക്കാൻ എല്ലാവരും ശ്രമിച്ചു.
വീണ്ടും പറയുന്നു, ഈ നാട്ടില് ഒരിക്കലും ഒരാളും പറഞ്ഞിട്ടില്ല എന്റെ പുസ്തകം, എന്റെ ആചാര്യൻ, എന്റെ ബന്ധാവ്, എന്റെ വിശ്വാസം, എന്റെ ദേവാലയം, എന്റെ വഴി, ഞാൻ അറിഞ്ഞത് ഇത് മാത്രം ശരി എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടേതും ശരി, എന്റേതും ശരി, നമുക്ക് ഒരുമിച്ച് ചേർക്കാം. ഇത് പറഞ്ഞ ഒരു രാഷ്ട്രമാണ് ഭാരതം. ഏതാണ്ട് 3500 BC യജ്ഞവൽക്യ മഹർഷി എഴുതിയ യജുർവേദത്തിന്റെ അവസാനത്തെ അധ്യായമായ ഈശാവാസ്യോപനിഷത്തില് അത്യുജ്വലമായ ഒരു സന്ദേശമുണ്ട്. ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ഓർമ്മിക്കാം. ജാതിക്കും മതത്തിനും ഈശത്തിനും എല്ലാത്തിനും അതീതമായിട്ട് വിദ്യാം ച അവിദ്യാം ച യസ്തദ് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യം തീർത്വാ വിദ്യയാ മൃതമശ്നുതേ. ഏത് യുക്തിവാദിക്ക് കൂടി യോജിച്ചൊരു വരിയാണത്. ഏത് വിഭാഗത്തിൽപ്പെട്ടവനും യോജിച്ചൊരു വരി. ലോകത്തിൽ 2 തരം അറിവാണുള്ളത്. 2 types of knowledge existing here. വിദ്യ, മറ്റൊന്ന് അവിദ്യ. വിദ്യാം ച അവിദ്യാം ച യസ്തദ് വേദ ഉഭയം സഹ. What is vidya? Eternal, experienceable, spiritual knowledge. Vidya. Eternal, experienceable, spiritual knowledge. Vidya. What is avidya? External, experimentable, scientific knowledge. Avidya. External, experimentable, scientific knowledge. Avidya. Avidyaya pratyam dirtva. Use the scientific knowledge for overcoming the difficulties in our day-to-day life. ശാസ്ത്രീയമായ അറിവുകൾ ജീവിത ദുഃഖങ്ങളെ അതിജീവിക്കാനായിട്ട് ഉപയോഗിച്ച് വിദ്യയാ അമൃതമശ്നുതേ. ആത്മീയമായ അറിവുകൊണ്ട് അമരത്വത്തെ പ്രാപിക്കാം. ഈ നാട്ടിൽ മാത്രം ശാസ്ത്രവും ആത്മീയതയും കോൺട്രഡിക്ടറി ആയിരുന്നില്ല. അത് ഫൈറ്റ് ചെയ്തിരുന്നില്ല. അത് കോഎക്സിസ്റ്റിംഗ് ആയിരുന്നു. നമ്മളുടെ ശാസ്ത്രജ്ഞന്മാരെ കയറുകൊണ്ട് കെട്ടി ഒരിക്കലും തീയിലിട്ട് ചുട്ടു കൊന്നിട്ടില്ല. ആർക്കിഷ്ടമുള്ളത് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. തെറ്റും ശരിയും തീരുമാനിക്കുന്നത് ആ കർമ്മമണ്ഡലത്തിലുള്ളവര്. ഇന്നത്തെ പോലെയല്ല. എനിക്കറിയാത്തതും ഞാൻ അംഗീകരിക്കാത്തതും ഞാൻ പഠിക്കാത്തതും എല്ലാം അന്ധവിശ്വാസം. അതാണ് ഇന്നത്തെ ഇവിടുത്തെ സിസ്റ്റം. എനിക്കറിയാത്തത്, ഞാൻ പഠിക്കാത്തത്, ഞാൻ അംഗീകരിക്കാത്തത്, ഇതെല്ലാം ദുരാചാരം. പണ്ടത് പറയുമായിരുന്നില്ല. കേരളത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഉറക്കെ പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുക. അതിവിടെ മാത്രമുള്ള 3 ഓകാരത്തിൽ ആരംഭിക്കുന്നു. ഉറക്കെ പറയുക, ഒടുക്കം നിർത്തുക, ഒന്നും അറിയാത്ത അവനായി ഭവിക്കാം. അവന് ജയിക്കുന്ന ഒരു സ്ഥലം ഈ ഇതുപോലെ ആയിരുന്നില്ല എന്ന് തോന്നുന്നു. പൂർവീക ഭാരതത്തില് ശാസ്ത്രം എഴുതിയവരെ നമ്മൾ ഋഷിവര്യന്മാരായി കണ്ടിട്ടുണ്ട്. ചരകൻ എഴുതിയത് ആയുർവേദ ഗ്രന്ഥമാണ്. ഈ കഴിഞ്ഞ യാത്രയില് ഒത്തിരി അമേരിക്കൻ ഡോക്ടർമാർക്ക് ക്ലാസ് എടുക്കാനുള്ള സാധാരണ ഭാഗ്യം എനിക്കുണ്ടായി. 40, 50, 60 ഡോക്ടർമാർ ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ, റൈസ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു, ലമാർ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു, ഷിക്കാഗോയിൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ വന്നിട്ടുണ്ട്. ഡോക്ടർമാർ മാത്രം അവരോട് കാര്യങ്ങൾ വിവരിച്ചപ്പോൾ എല്ലാവർക്കും ഒരു കമന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് മേക്ക് സെൻസ്. That is true. That is the way in which we have to proceed. We were thinking that DOP is correct, but you have already proved that POD is correct. DOP ഇവിടെ വാക്ക് വന്നിട്ടില്ല. ഡ്രഗ് ഓറിയന്റഡ് പേഷ്യന്റ്, അതാണ് DOP. ഡ്രഗ് ഓറിയന്റഡ് പേഷ്യന്റ്. നിങ്ങൾക്ക് ഏത് അസുഖം ഉണ്ടെങ്കിലും ഇന്ന് മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മരുന്നായിരിക്കും നിങ്ങൾക്ക് തരാം. പണ്ട് ഭാരതത്തിൽ അങ്ങനെ ആയിരുന്നില്ല. POD ആണ്, പേഷ്യന്റ് ഓറിയന്റഡ് ഡ്രഗാണ്.
പേരൊരു പക്ഷേ പടവലാതി കഷായം എന്നായിരിക്കും. അതേസമയത്ത് 6 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കുന്ന പടവലാതി കഷായം അല്ല ഗർഭിണിക്ക് കൊടുക്കുന്നത്. ഗർഭിണിക്ക് കൊടുക്കുന്ന പടവലാതി കഷായം അല്ല ഒരു കന്യകാസ്ത്രീക്ക് കൊടുക്കാം. ആ പടവലാതി കഷായമല്ല 85 വയസ്സായ വ്യക്തിക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പടവലാതി കഷായമല്ല ഒരു സർജറി കഴിഞ്ഞ് കിടക്കുന്നവന് കൊടുക്കുന്നത്. ഒരേ പടവലാതി കഷായത്തിന്റെ കോമ്പോസിഷൻ മാറ്റിമറിച്ച് ഉണ്ടാക്കിയിട്ടാണ് ഡ്രഗ് കൊടുക്കുക. അതാണ് ഡ്രഗ് ഓറിയന്റഡ് പേഷ്യന്റും പേഷ്യന്റ് ഓറിയന്റഡ് ഡ്രഗും. അമേരിക്കയിലെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസർ എഡ്വേർഡ് പറഞ്ഞത്, ഇറ്റ് വിൽ ടേക്ക് 50 years for America to reach that standard. It will take 50 years for America to reach that standard of Ayurveda. ഇതേ വരി അതേപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കുന്നു. ആ ചരകനെ നമ്മൾ ചരക മഹർഷിയായിട്ട് എഴുതി, ശുശ്രുതനെ ശുശ്രുത മഹർഷിയായിട്ട് എഴുതി. ദേശാന്തരം യഥ ലോകാന്തരം തഥാ ദ്വീപാന്തരം ചൈവ യോ അംബരേ ഗന്ധുമർഹതി സ വിമാന ഇതി പ്രോക്ത ഖേദശാസ്ത്ര വിദാംബരൈഹി. വിമാനത്തെ കുറിച്ച് ഭരദ്വാജ മഹർഷിയുടെ 140 അധ്യായങ്ങളുള്ള പുസ്തകത്തിലെ 40ാം അധ്യായത്തില് എഴുതിയതിന്റെ ആദ്യത്തെ വരിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒരു ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തിലേക്ക്, ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക്, ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് ആകാശമാർഗത്തിൽ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനത്തെയാണ് വിമാനം എന്ന് പറയുന്നത്. ആ വിമാനവും അൾട്രാ മോഡേൺ സ്പെക്ട്രോഫോട്ടോമീറ്റർ IIT-യിൽ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രൊഫസർ NG ഡോങ്ക്രെ. അത് ഭരദ്വാജന്റെ ഇൻസ്ട്രുമെന്റേഷന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഇൻസ്ട്രുമെന്റേഷൻ കണ്ടുപിടിച്ച ഭരദ്വാജനെയും ആയുർവേദം എഴുതിയ ചരകനെയും സുശ്രുതനെയും മഹർഷിമാരാക്കി. അതുപോലെ വിഷയങ്ങള് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചവരെ ആര്യഭട ആചാര്യൻ, ഭാസ്കര ആചാര്യൻ, ലല്ലാചാര്യൻ, വടേശ്വര ആചാര്യൻ, ആചാര്യ JC ബോസ്, ആചാര്യ PC റേ ആചാര്യ സ്ഥാനത്തിലെത്തി. ഭാരതത്തില് ശാസ്ത്രജ്ഞന്മാരെ ആത്മീയ നേതാക്കൾക്ക് കോൺട്രഡിക്ടറി ആയിട്ട്, ഓപ്പോസിറ്റ് ആയിട്ട് ഭാരതം നിന്നില്ല. അതാണ് സംസ്കാരം. ശാസ്ത്രീയമായിട്ടുള്ളതിനെ മുഴുവനും എടുക്കാൻ ലോക ജനതയോട് അഭ്യർത്ഥിച്ചത് 5146 വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ വെച്ച് അവിടെ പറഞ്ഞു, ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മുക്ഷ്യതേ അശുഭാൻ. ഏത് ആത്മീയമായ അറിവും സയന്റിഫിക് നോളജിന്റെ അടിസ്ഥാനത്തിൽ അനലൈസ് ചെയ്യണം. ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മുക്ഷ്യതേ അശുഭാൻ. അപ്രകാരമാണെങ്കിൽ ദുരാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും അർജുന എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രഭാഷണത്തിലെ ഉജ്ജ്വലമായിട്ടുള്ള വരികളായിട്ട്, സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ബ്ലൈൻഡ്, റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ലെയിം എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ഭഗവത്ഗീത പഠിച്ചിട്ട്, ഐ ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ഭഗവത്ഗീത ഫോർ ഓൾ മൈ ഹൈപ്പോത്തസിസ് ആൻഡ് തിയറം എന്ന് ഭഗവത്ഗീതയെ കുറിച്ച് 10 വർഷം തന്റെ കയ്യിൽ കൊണ്ട് നടന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ ഭഗവത്ഗീതയും അതേപോലെയുള്ള ഉപനിഷത്തുക്കളും ഭാരതീയ ഗ്രന്ഥങ്ങളും ശാസ്ത്രവും ആത്മീയതയും കോംപ്ലിമെന്ററി ആണെന്ന് അറിയിക്കുന്നു. അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ എല്ലാ നന്മകളും എടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ലോകത്തിൽ എല്ലാവർക്കും നന്മകൾ വരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ആരോടും നിഷേധാത്മകമായി കാണിച്ചില്ല. ജൂതന്മാരെ സ്വീകരിച്ചു, മുസ്ലിങ്ങളെ സ്വീകരിച്ചു. പാർസികൾ ഇന്നും ജീവിക്കുന്നത് ഭാരതത്തിലാണ്. അത്ഭുതകരമായ വസ്തുത. ഇറാനില് ഇസ്ലാമൈസേഷൻ നടന്നപ്പോൾ അവിടുത്തെ പാർസികൾക്ക് പോകാനിടയില്ല. അവര് ബറോഡ രാജാവിന്റെ അടുത്ത് ബറോഡയുടെ ബൗണ്ടറിയിൽ വന്ന് ഒരു കത്ത് കൊടുത്തയച്ചു. അത്രേ, ബറോഡ രാജാവിന് അങ്ങയുടെ രാജ്യത്തില് താമസിക്കാൻ ഒരല്പം ഇടം ഞങ്ങൾക്ക് തരണം. അപ്പൊ ബറോഡ രാജാവ് മന്ത്രിയെ വിളിച്ച് ചോദിച്ചു, ഇവരകത്തേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാ അവര് ജീവിക്കാം? അപ്പൊ മന്ത്രി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഗ്ലാസ്സിൽ നിറച്ചും പാല്, ഫുൾ അപ് ടു ദ ബ്രിം പാല് ഈ പാർസികൾക്ക് കൊടുത്തയക്കാം. രാജാവ് ചോദിച്ചു, അതെന്തിനാ? നമുക്ക് ആദ്യം കൊടുത്തയക്കാം, പിന്നെ എന്താന്ന് ആലോചിക്കാം. അപ്പോ പാർസികളുടെ നേതാവിന്റെ അടുത്തേക്ക് ഒരു ഗ്ലാസ് പാല് ബറോഡ രാജാവ് കൊണ്ടുപോയി കൊടുത്തു.
ആ പാർസികളുടെ നേതാവ് തന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അല്പം പഞ്ചസാര എടുത്ത് ഈ പാലിലിട്ട് രാജാവിന് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ഇത് കഥയല്ല, ചരിത്ര സംഭവം. അവരോട് ആ രാജാവിന്റെ അടുത്ത് പാലും പഞ്ചസാരയും എത്തിയപ്പോൾ മന്ത്രിയെ വിളിച്ച് ചോദിച്ചു, അത്ര ഇതിന്റെ അർത്ഥം എന്താ? അപ്പൊ മന്ത്രി പറഞ്ഞു, പാലില് പഞ്ചസാര എപ്രകാരമാണോ അലിഞ്ഞു ചേരുന്നത് അതേപോലെ ഞങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേരാൻ സന്നദ്ധരാണ് എന്നാണ് അവരാ ചെയ്തതിന്റെ അർത്ഥം. ഇന്നും നമ്മളുടെ നാട്ടിലെ പാർസികളുണ്ട്. അവര് ന്യൂനപക്ഷമല്ല, അവർക്ക് മൈനോറിറ്റി റൈറ്റ് ഇല്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പക്ഷവും വേണ്ട, ഞങ്ങൾ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. രണ്ട് കയ്യും നീട്ടി ലോക ജനതയെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മള്, രണ്ട് കയ്യും നീട്ടി ലോക ചിന്താധാരകളെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മള്, നമ്മളുടെ അറിവുകൾ ആർക്കെല്ലാം വേണോ വാരി വെതറിയവര് 149 പേറ്റന്റ് JC ബോസിന് എടുക്കാമായിരുന്നു, ഇൻക്ലൂഡിംഗ് വയർലെസ്. മാർക്കോണി വന്ന് JC ബോസിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങ് ഇന്ന് കേംബ്രിഡ്ജിൽ പ്രസന്റ് ചെയ്തത് അങ്ങ് പേറ്റന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞാനത് പേറ്റന്റ് ചെയ്യാൻ പോവാണ്. അന്ന് JC ബോസ് പറഞ്ഞത്, എന്റെ രാഷ്ട്രം ഒരിക്കലും അറിവ് അവനവന്റേത് മാത്രമാക്കി വെച്ചിട്ടില്ല, അതെല്ലാവർക്കും വാരി വിതറിയ ഒരു രാഷ്ട്രമാണ്. അങ്ങക്ക് യുക്തം മാതിരി ചെയ്യാം. എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കണ്ടുപിടിച്ച ഒരൊറ്റ ഉപകരണത്തിനോ അറിവിനോ പേറ്റന്റ് എടുക്കുന്ന പ്രശ്നമില്ല. ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ 11 മാസം കഴിഞ്ഞിട്ടാണ് മാർക്കോണി വയർലെസ് ഡിസൈൻ ചെയ്ത പേറ്റന്റിന് അപ്ലൈ ചെയ്തപ്പോൾ ആദ്യം ബട്ട് പ്ലേജിയറിസം, ഇത് കോപ്പിയടിയാണ്. പിന്നീട് ഇംഗ്ലണ്ടിന്റെ നിയമം അനുസരിച്ച് മാറ്റിയിട്ട് അദ്ദേഹത്തിന് പേറ്റന്റ് കിട്ടി. അപ്പോഴും JC ബോസിന് ഒരു ദുഃഖം ഉണ്ടായിരുന്നില്ല. അറിവ് ലോകത്തിന് കൊടുക്കാൻ വേണ്ടി ജന്മം കൊണ്ടൊരു രാഷ്ട്രം, നല്ല അറിവുകൾ എവിടെയുണ്ടെങ്കിലും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായ രാഷ്ട്രം, ശാസ്ത്രജ്ഞന്മാർക്ക് മഹർഷിമാരുടെ പദവി നൽകിയ രാഷ്ട്രം, ആചാര്യസ്ഥാനത്തിലെത്തി ആരാധിച്ച ഒരു രാഷ്ട്രം, നന്മകള് രണ്ടും നിങ്ങളുടെ മുമ്പിൽ വെച്ച്, എല്ലാ തരത്തിലുള്ള അറിവുകൾ മുമ്പിൽ വെച്ച് 4 പ്രധാനപ്പെട്ട തൂണുകളില് ഈ സംസ്കാരത്തെ നിലനിർത്തി ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ഈ സദസ്സിലുള്ള യുക്തിവാദികൾ അവർ ഈ 4 വാക്കുകളൊന്ന് പഠിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഒന്നാമത്തേത് ശാസ്ത്രം, പ്രമാണം. ഭാരതത്തില് ഏത് ആചാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ ഒന്നാമത്തെ പ്രമാണം, the basis of coming to a conclusion should be ശാസ്ത്രം, പ്രമാണം. അത് ഭഗവത്ഗീതയിൽ നിന്ന് ഭാരത ജനത സ്വീകരിച്ചു. 2, ആപ്തവാക്യം, പ്രമാണം. The opinion of the scholars is the second important reference to come to a conclusion. Don't conclude by yourself. First, go through the scientific observation already available. If they are available, take it, analyze it, justify it, rationalize it, evaluate it, estimate it, then give to others. Shastram, Pramanam. രണ്ടാമത്തേത് ആപ്തവാക്യം, പ്രമാണം. Opinion of the scholars. That is the second importance. മൂന്നാമത്തേത് പ്രത്യക്ഷം, പ്രമാണം. Seeing is believing. കാണുന്നത് മാത്രം വിശ്വസിക്കാം, അല്ലാത്തത് വിശ്വസിക്കാൻ പോകണ്ട. പ്രത്യക്ഷം, പ്രമാണം. നാലാമത്തേത് അനുമാനം, പ്രമാണം. അനുമാനം, പ്രമാണം. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡാറ്റയും വെച്ച് മനസ്സിനകത്ത് ചിന്തിച്ച് ശരിയായിരിക്കാൻ സാധ്യതയുള്ളത് ഏതെന്ന് എക്സ്ട്രാപോളേറ്റ് ചെയ്യുകയോ ഇൻട്രാപോളേറ്റ് ചെയ്യുകയോ ചെയ്ത് പോയിന്റിലേക്ക് എത്താൻ പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രം. ഭാരതീയ ചിന്താധാരയിലെ 4 തൂണുകളാണിത്. ആദ്യത്തേത് ശാസ്ത്രം, പ്രമാണം, ഭഗവത്ഗീത. ആപ്തവാക്യം, പ്രമാണം, ധർമ്മശാസ്ത്രം. പ്രത്യക്ഷം, പ്രമാണം, ദർശനം. അനുമാനം, പ്രമാണം, ഉപവേദം. ഇങ്ങനെ ഉജ്ജ്വലമായ 4 ചിന്താധാരകൾ. ഈ നാട്ടിൽ എവിടെയാ അന്ധവിശ്വാസം ഉണ്ടായിരുന്നത്?
എവിടെയാ യുക്തിക്ക് യോജിക്കാത്തത് ഉണ്ടായിരുന്നത്?